എല്ലാവർക്കും നമസ്കാരം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ നടത്തിപ്പുകാരായ അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ സ്വിറ്റ്സർലൻഡ് ആസ്ഥാനമായുള്ള മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി MSCയുടെ ടെർമിനൽ വിഭാഗമായ ടെർമിനൽ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡുമായി ഒപ്പുവെച്ച 13,000 കോടി രൂപയുടെ ഓഹരി കൈമാറ്റ കരാർ കേരളത്തിൽ വലിയ രാഷ്ട്രീയ ഭരണപരമായ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. നിലവിൽ പുറത്തുവരുന്ന വാർത്തകൾ പലതും ഉപരിപ്ലവമായ രാഷ്ട്രീയ തർക്കങ്ങളിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അദാനി സെബിക്ക് അപേക്ഷ നൽകുന്നു, സംസ്ഥാന സർക്കാരാകട്ടെ ഇടപാട് തങ്ങളെ മുൻകൂട്ടി അറിയിച്ചില്ലെന്ന് പറഞ്ഞ് അതൃപ്തി പ്രകടിപ്പിക്കുന്നു, ഓഹരി കൈമാറ്റം പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. ഇതൊക്കെയാണ് കോലാഹലം. എന്നാൽ ഇതിന്റെ ഭരണപരവും നിയമപരവുമായ വശങ്ങളിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെന്നാൽ മറ്റൊരു യാഥാർത്ഥ്യം കാണാൻ കഴിയും. എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിലേക്ക് സ്വാഗതം. വിഴിഞ്ഞം തുറമുഖത്തിന് പിന്നിൽ 2015 ഓഗസ്റ്റ് 17 അന്നത്തെ കേരള സർക്കാരും അദാനി ഗ്രൂപ്പിലും തമ്മിൽ ഒപ്പുവെച്ച മോഡൽ കൺസെഷൻ എഗ്രിമെന്റ് എന്ന കൃത്യമായ നിയമ സംവിധാനമുണ്ട്. ലഭ്യമായ ആധികാരിക വിവരങ്ങളുടെയും ഭരണതലത്തിലെ വിലയിരുത്തലുകളുടെയും അടിസ്ഥാനത്തിൽ ഇതൊരു കോർപ്പറേറ്റ് കമ്പനി പെട്ടെന്ന് നടത്തിയ ഓഹരി വിൽപ്പനയല്ല, മറിച്ച് കരാറിലെ വ്യവസ്ഥകൾ മുൻനിർത്തി വളരെ സ്ട്രാറ്റജിക്കായി നടപ്പിലാക്കിയ ഒരു നീക്കമാണെന്ന് വ്യക്തമാകും. എന്തും സംസാരിക്കും മുമ്പ് ആദ്യം ഈ പദ്ധതിയുടെ കോർപ്പറേറ്റ് ഘടന പരിശോധിക്കണം. വിഴിഞ്ഞം പദ്ധതിയുടെ ഔദ്യോഗിക കരാറുകാരൻ അഥവാ കൺസെഷനിയർ നേരിട്ട് അദാനി പോർട്സ് അല്ല, മറിച്ച് അതിനായി മാത്രം രൂപീകരിച്ച അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് അഥവാ AVPPL എന്ന സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളാണ്. ഇത് അദാനി പോർട്സിന്റെ ഹോളി ഓൺ സബ്സിഡറി ആയ ഒരു ഉപകമ്പനിയാണ്. ഇപ്പോൾ അദാനി ഗ്രൂപ്പ് തങ്ങളുടെ 49% ഓഹരികൾ MSCക്ക് വിൽക്കാൻ തീരുമാനിച്ചതോടെ ഈ ഘടനയിൽ മാറ്റം വരും. പൂർണ്ണ ഉടമസ്ഥതയിലുള്ള കമ്പനിയിൽ നിന്ന് ഇതൊരു ജോയിന്റ് വെഞ്ചറായി മാറുമ്പോൾ ഒരു ലിസ്റ്റഡ് കമ്പനിക്ക് സെബിയോടുള്ള ഉത്തരവാദിത്വവും സംസ്ഥാന സർക്കാരിനോടുള്ള കരാർ വ്യവസ്ഥകളും തമ്മിലുള്ള അതിർവരമ്പ് ചോദ്യം ചെയ്യപ്പെടുമോ എന്ന മൗലികമായ സംശയമാണ് ഉയർന്നത്. എന്നാൽ നിയമസഭയിൽ ഉയർന്ന പ്രധാന തർക്കം ഓഹരി കൈമാറ്റ വിവരം സംസ്ഥാന തുറമുഖ വകുപ്പിനെയോ വിസിലിനെയോ അറിയിക്കുന്നതിന് മുൻപ് അദാനി അത് സെബിക്കും മാധ്യമങ്ങൾക്കും നൽകിയെന്നതായിരുന്നു. എന്നാൽ പലരും മനസ്സിലാക്കാതെ പോകുന്നത് അദാനി പോർട്സ് പോലൊരു വൻകിട ലിസ്റ്റഡ് കമ്പനിയെ സംബന്ധിച്ച് $1.4 ബില്യൺ ഒരിടപാട് തങ്ങളുടെ ഓഹരി വിലയെ നേരിട്ട് ബാധിക്കുന്ന പ്രൈസ് സെൻസിറ്റീവ് വിവരമാണ്. സെബിയുടെ LODR ചട്ടങ്ങൾ പ്രകാരം ഇത്തരമൊരു സുപ്രധാന കരാറിൽ ഒപ്പുവെച്ചാൽ അത് ഉടനടി സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ അറിയിക്കാൻ കമ്പനി ബാധ്യസ്ഥരാണ്. അല്ലാത്ത പക്ഷം ഇത് ഇൻസൈഡർ ട്രേഡിംഗ് നിയമങ്ങളുടെ ലംഘനമാകും. 2015 കൺസെഷൻ കരാറിലെ ക്ലോസ് 5.3 പ്രകാരം കമ്പനിയുടെ 25%-ലധികം ഓഹരി കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഉടമസ്ഥാവകാശത്തിലെ മാറ്റം അഥവാ ചേഞ്ച് ഇൻ ഓണർഷിപ്പായി കണക്കാക്കും. ഇതിന് പദ്ധതിയുടെ യഥാർത്ഥ ഉടമസ്ഥരായ കേരള സർക്കാരിന്റെ മുൻകൂർ രേഖാമൂലമുള്ള അനുമതി നിർബന്ധമാണ്. ഇവിടെയാണ് ഭരണപരമായ ഒരു കുരുക്ക് രൂപപ്പെടുന്നത്. ഒരു ഔദ്യോഗിക കരാർ ഒപ്പുവെക്കാതെ അദാനിക്ക് സർക്കാരിന്റെ അനുമതിക്കായി അപേക്ഷിക്കാൻ കഴിയില്ല. എന്നാൽ കരാർ ഒപ്പുവെച്ച നിമിഷം തന്നെ അത് സെബിയെ അറിയിക്കാൻ കമ്പനി നിയമപരമായി ബാധ്യസ്ഥരുമാണ്. അതുകൊണ്ടാണ് സെബി ചട്ടങ്ങൾ പാലിക്കുക മാത്രമാണ് ചെയ്തതെന്നും അന്തിമ ഉടമസ്ഥാവകാശ മാറ്റത്തിന് സർക്കാരിനെ തന്നെയാണ് സമീപിച്ചിട്ടുള്ളതെന്നും അദാനി ഗ്രൂപ്പ് വ്യക്തമാക്കുന്നത്. കോർപ്പറേറ്റ് നിയമങ്ങൾ പ്രകാരം ശരിയാണെങ്കിലും ഈ പദ്ധതിയുടെ ഒന്നാം ഘട്ടത്തിനായി 5,595 കോടി രൂപയുടെ പൊതുപണം മുടക്കിയ സംസ്ഥാന സർക്കാരിന്റെ പരമാധികാരത്തെ ഇത് താൽക്കാലികമായെങ്കിലും മറികടക്കുന്നതാണോ എന്ന ചോദ്യം ചോദിക്കാനുള്ള ഒരു ഗ്യാപ്പ് ഉപയോഗിച്ചാണ് ഇപ്പോഴത്തെ വിവാദമെല്ലാം. കൺസെഷൻ കരാർ പ്രകാരം വിഴിഞ്ഞം ഒരു കോമൺ യൂസർ ഫെസിലിറ്റി ആയിരിക്കണം. അതായത് ലോകത്തിലെ ഏത് കപ്പൽ കമ്പനിക്കും ലോജിസ്റ്റിക്സ് വ്യാപാരികൾക്കും വിവേചനമില്ലാതെ തുറമുഖം ഉപയോഗിക്കാൻ തുല്യമായ അവകാശമുണ്ട്. അവിടെ ഒരു കമ്പനിക്ക് മാത്രമായി പ്രത്യേക കുത്തക അവകാശം നൽകാൻ നിയമമില്ല. എന്നാൽ ഇതിന്റെ സമയപരിധികൾ പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അദാനി MSC സഖ്യത്തിന് പിന്നിലെ 3 വർഷത്തെ ഇളവ് കാലയളവാണ്. ഡിസംബർ 3, 2024 മുതൽ ഡിസംബർ 3, 2027 വരെ ബിസിനസ് വളർത്താൻ അദാനിക്ക് വാണിജ്യപരമായ ഇളവുകൾ നൽകിയിട്ടുണ്ട്. തുടക്കത്തിൽ ആവശ്യത്തിന് കാർഗോ ഉറപ്പാക്കാൻ MSCയുമായുള്ള കുത്തക അവകാശം സർക്കാർ അനുവദിക്കുന്നു. 2027 ഡിസംബർ 3 കഴിഞ്ഞാൽ കോമൺ യൂസർ ഫെസിലിറ്റി നിബന്ധനകൾ കർശനമായി നടപ്പിലാക്കപ്പെടും. വിവേചനരഹിതമായ പ്രവേശനം മറ്റ് ഷിപ്പിംഗ് കമ്പനികൾക്ക് നിഷേധിക്കപ്പെട്ടാൽ സർക്കാരിന് നിയമപരമായി ഇടപെടാൻ അവകാശമുണ്ട്. അദാനി ഗ്രൂപ്പിന്റെ പുതുക്കിയ ഔദ്യോഗിക അപേക്ഷ ഇപ്പോൾ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ ഉന്നതാധികാര സമിതിയുടെ മുമ്പിലാണ്.
പോർട്ട്, ഫിനാൻസ്, ലോ സെക്രട്ടറിമാരും വിസിൽ MDയും അടങ്ങുന്ന ഈ സമിതി രാഷ്ട്രീയ പ്രസ്താവനകൾക്കപ്പുറം 5 പ്രധാന മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രപ്പോസൽ പരിശോധിക്കുന്നത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര അതിർത്തിയോട് ചേർന്നുള്ള തന്ത്രപ്രധാനമായ ഒരു തീരദേശ മേഖലയായതിനാൽ വിദേശ സ്വകാര്യ നിക്ഷേപത്തെ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. സംസ്ഥാന സർക്കാർ പ്രാഥമികമായ പരിശോധനകൾ നടത്തിയ ശേഷം ഈ ഫയൽ അന്തിമ സുരക്ഷാ ക്ലിയറൻസിനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും ഷിപ്പിംഗ് മന്ത്രാലയത്തിനും അയക്കും. ഇവിടെ അദാനിക്ക് അനുകൂലമായ ഒരു ഘടകമെന്തെന്നാൽ MSCക്ക് നിലവിൽ ഗുജറാത്തിലെ മുന്ദ്ര പോർട്ടിലും തമിഴ്നാട്ടിലെ എണ്ണൂർ പോർട്ടിലും അദാനിയുമായി ചേർന്ന് സംയുക്ത സംരംഭങ്ങളുണ്ട്. കേന്ദ്ര സർക്കാർ അവിടെയെല്ലാം സുരക്ഷാ അനുമതി നൽകിയിട്ടുള്ളതിനാൽ വിഴിഞ്ഞത്ത് മാത്രം ഇത് തടയാൻ പ്രത്യേക കാരണങ്ങളില്ല. ഇനി നിയമപരമായ യാഥാർത്ഥ്യം പറയാം. അദാനി നടത്തിയ ഓഹരി ഇടപാടിൽ സർക്കാരിന് കയറി നേരിട്ട് നോ എന്ന് പറയാൻ കഴിയുമോ? രാഷ്ട്രീയമായ പ്രസ്താവനകൾ എന്തുതന്നെയായാലും ഉന്നതാധികാര സമിതിക്ക് മുമ്പിലുള്ള നിയമപരമായ യാഥാർത്ഥ്യം എന്തെന്നാൽ കൃത്യമായ കാരണങ്ങളില്ലാതെ സംസ്ഥാന സർക്കാരിന് ഈ അപേക്ഷ പൂർണ്ണമായി നിരസിക്കാൻ കഴിയില്ല. 2015 കൺസെഷൻ കരാർ പ്രകാരം അദാനി ഗ്രൂപ്പ് സമർപ്പിച്ച അപേക്ഷ എല്ലാ സുരക്ഷാ ചട്ടങ്ങളും പൊതു താൽപ്പര്യങ്ങളും പാലിക്കുന്നതാണെങ്കിൽ അതിനെ തടയുന്നത് കരാർ ലംഘനമാകും. 1 വർഷത്തെ പ്രവർത്തനത്തിന് ശേഷം ഓഹരി പങ്കാളിത്തം കുറയ്ക്കാൻ കരാർ അനുവദിക്കുന്നുണ്ട്. അതിനാൽ സർക്കാർ കണ്ണും പൂട്ടി ഈ അപേക്ഷ നിരസിച്ചാൽ കമ്പനിക്ക് കോടതിയെ സമീപിക്കാം. ഇത് വലിയ നിയമയുദ്ധങ്ങൾക്കും വിഴിഞ്ഞത്തിന്റെ വികസനം തടസ്സപ്പെടുന്നതിനും കാരണമാകും. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ യഥാർത്ഥ അധികാരം കിടക്കുന്നത് ഈ അപേക്ഷ പൂർണ്ണമായി നിരസിക്കുന്നതിലല്ല, മറിച്ച് നിബന്ധനകൾക്ക് വിധേയമായുള്ള അനുമതി, അതായത് കണ്ടീഷണൽ അപ്രൂവൽ നൽകുന്നതിലാണ്. ലോകത്ത് മനുഷ്യവാസമുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളുമായും കണക്റ്റഡായ ഒരേയൊരു ഇന്ത്യൻ പോർട്ടാണ് വിഴിഞ്ഞം. എയർപോർട്ടുകളിൽ ദുബായ് ഇന്ന് കരസ്ഥമാക്കിയിരിക്കുന്ന ഗ്ലോബൽ ഹബ് പൊസിഷൻ പോലെ സീപോർട്ടുകളിൽ വിഴിഞ്ഞമാകും ലോകത്തിന്റെ ആകെ ലാൻഡിംഗ് ഹബ്. അതാണ് പൊട്ടൻഷ്യൽ, എ ഗ്ലോബൽ മാരിടൈം ഹബ്. പക്ഷേ അതിൻ്റെ ഗുണഫലങ്ങൾ നമ്മുടെ സംസ്ഥാനം അനുഭവിക്കണമെങ്കിൽ നമ്മൾ ഇവിടെ ഒരു റോബസ്റ്റ് മാനുഫാക്ചറിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് ഇക്കോസിസ്റ്റം നിർമ്മിച്ചെടുത്തേ പറ്റൂ. അതാണ് കേരളം ഒന്നിച്ച് സംസാരിക്കേണ്ടതും വർക്ക് ചെയ്യേണ്ടതും. ആ സമയം ഈ നാട്ടിൽ 4 കാശ് നിക്ഷേപിക്കാൻ വരുന്നവരെ വീണ്ടും പഴയ പോലെ പേടിപ്പിച്ച് ഓടിക്കരുത്. കേരളം പലപ്പോഴും വികസനത്തിൻ്റെ കാര്യത്തിൽ ശാപമോക്ഷം കിട്ടാത്തൊരു മണ്ണായി തുടർന്നത് ഇവിടെ ഉയർന്നു കേട്ട പൊള്ളയായ രാഷ്ട്രീയ മുറവിളികളും കോർപ്പറേറ്റ് വിരുദ്ധ കോമാളിത്തങ്ങളും കൊണ്ടാണ്. മാറ്റത്തിൻ്റെ കാറ്റൂതി വിഴിഞ്ഞത്ത് കപ്പലുകൾ അടുത്തു തുടങ്ങുമ്പോൾ വീണ്ടും പഴയ മുതലാളിത്ത വിരുദ്ധ നാടകങ്ങളുമായി വികസനത്തിൻ്റെ വഴിമുടക്കാൻ ചിലർ ഇറങ്ങിത്തിരിക്കുന്നത് അത്യന്തം ലജ്ജാകരമാണ്. ആഗോള വിപണിയിൽ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ഒരു വൻകിട പദ്ധതിയെ വെറും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനും താൽക്കാലിക ലാഭങ്ങൾക്കും വേണ്ടി ഇരയാക്കാൻ അനുവദിച്ചുകൂടാ. മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് ഇത്രമാത്രമാണ്: ഒരു നാടിൻ്റെ പുരോഗതിക്ക് വ്യവസായങ്ങളും കോർപ്പറേറ്റുകളും അത്യാവശ്യമാണ്. ആയിരക്കണക്കിന് കോടി രൂപ ഈ മണ്ണിൽ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നവർക്ക് ഇവിടെ നിയമവിധേയമായി ബിസിനസ് ചെയ്യാനും ചൂഷണങ്ങളോ അനധികൃത മാർഗങ്ങളോ ഇല്ലാതെ ന്യായമായ ലാഭമുണ്ടാക്കാനും പൂർണ്ണമായ അവകാശമുണ്ട്. ലാഭമെന്നത് ഒരു തെറ്റായ വാക്കോ പാപമോ അല്ല, മറിച്ച് അത് കൂടുതൽ തൊഴിലവസരങ്ങളും വലിയ സാമ്പത്തിക വിപ്ലവങ്ങളും ഒരു നാടിന് സമ്മാനിക്കുന്ന ഇന്ധനമാണ്. കേരളത്തിന്റെ വികസന മുന്നേറ്റങ്ങളെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കാൻ പ്രതിജ്ഞാബദ്ധനായ മുഖ്യമന്ത്രി VD സതീശനോട് പറയട്ടെ, ഇനി മുന്നോട്ട് മാത്രമാണ് വഴി. രാഷ്ട്രീയ കോലാഹലങ്ങളെ അതിൻ്റെ വഴിക്ക് വിട്ടേക്കുക. കരാറിലെ നിയമപരമായ നിബന്ധനകൾ വെച്ചുകൊണ്ട് തന്നെ ഈ ഓഹരി കൈമാറ്റത്തിൽ ധീരമായ നിലപാടെടുക്കാൻ അങ്ങേക്ക് കഴിയട്ടെ. വിഴിഞ്ഞം വാസ്തവത്തിൽ പിച്ച വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. പദ്ധതി വിജയിക്കേണ്ടത് അദാനിയുടെയോ ഏതെങ്കിലും ഒരു പാർട്ടിയുടെയോ ആവശ്യമല്ല, മറിച്ച് വരും തലമുറകളുടെയും നമ്മുടെ നാടിൻ്റെ നിലനിൽപ്പിൻ്റെയും ആവശ്യമാണ്. വികസനത്തിൻ്റെ ഈ മഹാപ്രയാണത്തിൽ കേരളം അങ്ങേക്കൊപ്പമുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? താങ്ക് യു ഫോർ വാച്ചിങ് എഡിറ്റോറിയൽ ഇൻസൈറ്റ്സ്. സംരംഭകത്വം, സ്റ്റാർട്ടപ്പ്, ഇന്നൊവേഷൻ, ടെക്നോളജി ഡെവലപ്മെന്റ് വാർത്തകൾക്കായി channelive.com സബ്സ്ക്രൈബ് ചെയ്യുക.